അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നോക്കണം കേട്ടോ. ആദ്യത്തെ മൊഡ്യൂൾ വളരെ ചെറുതാണ്, ബാക്കിയുള്ള മൊഡ്യൂളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള മൊഡ്യൂളുകൾ തന്നെയാണ്. ആദ്യത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ആൻഡ്രോയിഡിൻ്റെ വേർഷൻസും അതുപോലെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ആർക്കിടെക്ചറാണ്. അതിൽ നമ്മളിപ്പോൾ വ്യൂ, കണ്ടൻറ് പ്രൊവൈഡേഴ്സ്, ആക്ടിവിറ്റി എന്നൊക്കെ പണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ബാക്കിയുള്ള മൊഡ്യൂൾസിലൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് റിസോഴ്സസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂളാണ് ആൻഡ്രോയിഡ് റിസോഴ്സസ് ആണ്. ആൻഡ്രോയിഡ് റിസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്ത് തന്നെ സാധനം അതിനകത്ത് ഇപ്പം നമ്മളൊരു ലേബൽ വെക്കുകയാണ്, വെൽക്കം എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബട്ടണിനകത്ത് നെക്സ്റ്റ് അല്ലെങ്കിൽ ലോഗിൻ, ഇതൊക്കെ എന്താണ് ഓരോ വാക്കുകളാണ് അല്ലേ. അപ്പോൾ എന്ത് തന്നെ സാധനം നമ്മൾ അതിനകത്ത് കൊണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നത് വെച്ചു, ഫോർഗ്രൗണ്ട് കളർ ഇത് വെച്ചു, ബട്ടൺ ഒരു കളർ കൊടുത്തു, ഇതൊക്കെ നമ്മൾ അതിൽ കണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് ആൻഡ്രോയിഡ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ റിസോഴ്സ് ഇൻ ആൻഡ്രോയിഡ് ഈസ് എ ഫയൽ ഓർ എ വാല്യൂ ദാറ്റ് ഈസ് ബൗണ്ടഡ് ടു ആൻ എക്സിക്യൂട്ടബിൾ ആപ്ലിക്കേഷൻ in such a way that you can change them or provide alternative without recompiling the application. ആ ആപ്ലിക്കേഷനെ വീണ്ടും റീകമ്പൈൽ ചെയ്യാതെ തന്നെ നമുക്ക് ഇതൊരു ഫയലോ അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ഫയലാണ്. ആ ഫയലിനകത്ത് നമുക്ക് കുറേ അധികം ഫയൽസ് ഉണ്ടാവും. RES ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. നിങ്ങളത് കുറച്ച് പേര് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പ്രോജക്റ്റിനെ പോയിട്ട്. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മളിനി ലാബിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. RES എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, റിസോഴ്സസിൻ്റെ ഫയലാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ സ്ട്രിങ്, കളർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഫയലുകളുണ്ടാവും. അതിനകത്ത് പോയിട്ടായിരിക്കും നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുക. നമുക്ക് പ്രോഗ്രാം എഴുതാൻ കുറേ അധികം ഉണ്ടെങ്കിലും അതിലാകെ ഒരു ലൈൻ 2 ലൈനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവുള്ളൂ. പ്രോഗ്രാം ചെയ്ത് തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. പെട്ടെന്ന് വെളിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ വലുതായിട്ടൊരു സാധനം തോന്നും, പക്ഷേ ഒരുവിധമുള്ള ലൈനുകളെല്ലാം സെയിം ആയിരിക്കും എല്ലാ പ്രോഗ്രാമിനും. ഓക്കെ, ആകെ അതിൽ 2-3 ആൾക്കാരുടെ പേരുകൾ മാത്രമേ മാറേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് എക്സാമ്പിൾ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ട്രിങ്, കളറ്, ബിറ്റ് മാപ്പ്, ലേഔട്ട്സ്, അവരൊക്കെ എന്തായിട്ട് നമുക്ക് പറയാം, ആൻഡ്രോയിഡ് റിസോഴ്സസ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി സ്ട്രിങ് റിസോഴ്സസ്. സ്ട്രിങ് അതിൽ ഓരോ റിസോഴ്സസ് ഉണ്ടെന്ന് പറയില്ലേ, അപ്പോൾ അതിലൊന്നാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലടുത്തതാണ് സ്ട്രിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്. സ്ട്രിങ് റിസോഴ്സസ് പ്രൊവൈഡ് ടെക്സ്റ്റ് സ്ട്രിങ് ഫോർ ആപ്ലിക്കേഷൻ വിത്ത് ഓപ്ഷണൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ്. സംഗതി വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനകത്ത് കാണുന്ന വാക്കുകളെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, സ്ട്രിങ് ആയിട്ട് പറയാം. ഒരാളുടെ കോണ്ടാക്റ്റിൻ്റെ പേരായിക്കോട്ടെ, ആ ആപ്പിൻ്റെ പേരായിക്കോട്ടെ, സെറ്റിങ്സ്, നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കാണുന്നില്ലേ സെറ്റിങ്സ്, അല്ലെങ്കിൽ അതിൽ ഓരോ പേരുകൾ, അങ്ങനെ ആപ്പിൾ, ഓറഞ്ച് എന്നൊക്കെ പണ്ട് അതിൻ്റെ മകൻ പറഞ്ഞതാണ്. ഓക്കെ, ആ വക കാര്യങ്ങളെല്ലാം എന്താ പറയുക, നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് പറയുക. അതായത് ഇപ്പോൾ ലോഗിൻ, നമുക്കിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ നിന്ന് മുകളിൽ ഹെഡിങ് ഉണ്ട്, അതിലുള്ള താഴെയുള്ള യൂസർ നെയിം, പാസ്വേഡ്, അതിനകത്ത് ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള സാധനം, അങ്ങനെയുള്ള ഈ ലോഗിൻ ബട്ടൺ, അങ്ങനെയെല്ലാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്തോ ആമസോണിനകത്തൊക്കെ ആണെന്ന് വെച്ചാൽ ഏതിനകത്താണെങ്കിലും ഏത് ആപ്ലിക്കേഷനാണെങ്കിലും അതിനകത്ത് നമുക്ക് പേരുകൾ വരുന്നില്ലേ. അതിപ്പോൾ സംഖ്യ ആയിക്കോട്ടെ, വില ആയിക്കോട്ടെ, എന്താണെങ്കിലും അവരൊക്കെ നമുക്ക് എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, സ്ട്രിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്ട്രിങ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാലോ, വാക്ക്, ടെക്സ്റ്റ് തന്നെയാണ് സ്ട്രിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ലേബലാവും, അതായത് വെറുതെയുള്ള പേരുകളാവും, അതിലൊരു ആക്ഷൻ ഉണ്ടാവില്ല, ക്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നും ആയിരിക്കില്ല. ചില സമയത്ത് അത് ബട്ടനകത്ത് കൊടുക്കുന്ന പേരുകളോ ക്ലിക്കബിൾ ആയിട്ടുള്ള സാധനം, ചിലപ്പോൾ റീഡ് ചെയ്യുന്നതാവാം, എന്തും ആവാം കേട്ടോ. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ വാക്കുകളാണ്. നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ അവിടെ ലേബലുകൾ, നമ്മളിപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സാധനത്തെ കുറിച്ച് ക്യാപ്ഷൻ കൊടുക്കണം, എന്തുവാണെങ്കിലും അതിന് നമുക്ക് എന്തായിട്ട് പറയാം, സ്ട്രിങ് റിസോഴ്സസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് സ്ട്രിങ് റിസോഴ്സസ് ഉണ്ട്. സ്ട്രിങ് അറേ, ക്വാണ്ടിറ്റി സ്ട്രിങ്സ്, അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള സ്ട്രിങ്സ് ഉണ്ട്, സ്ട്രിങ് റിസോഴ്സസ് ഉണ്ട്. നോർമലി സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സിംഗിൾ സ്ട്രിങ് പോലെ, ഇപ്പോൾ വെൽക്കം, ലോഗിൻ പേജ്, സൈനപ്പ്, അല്ലെങ്കിൽ വാട്സപ്പിന് മുകളിൽ അങ്ങനെ എന്തെങ്കിലും, ജിമെയിൽ, അങ്ങനെയുള്ള ഒരു ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു സിംഗിൾ വാക്കുകളോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞിപ്പോൾ ഒരു സെൻറ്റൻസ് തന്നെ ഉണ്ടെന്ന് വയ്ക്കും.
എന്തെങ്കിലും കുറിച്ചുള്ള ക്യാപ്ഷനൊക്കെയുള്ള ഒരു സെൻറ്റൻസൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് സ്ട്രിങ് ആയിട്ട് പറയാം. അതേസമയം ഒന്നിൽ കൂടുതൽ സ്ട്രിങ്സ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സ്ട്രിങ് അറേസ്. ഇപ്പോൾ സ്ട്രിങ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അറേസിൽ പറയില്ലേ, ആപ്പിൾ, പപ്പായ, ഫ്രൂട്ട്, സ്ട്രോബെറി, വാട്ടർമെലൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരേ ടൈപ്പിലുള്ള ആൾക്കാർ ശേഖരിക്കുന്ന പോലെ. ഇപ്പോൾ നമുക്ക് പല ആപ്ലിക്കേഷനകത്തും ഒരുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാവുക, സ്ട്രിങ് അറേ എന്നുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ടാവുക. പിന്നെ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സ്ട്രിങ്. ക്വാണ്ടിറ്റി സ്ട്രിങ്സ് എന്ന് വെച്ചാൽ പ്ലൂറൽസ് എന്നാണ് അതിൻ്റെ വേറൊരു പേര്. അത് നമ്മൾ മൂന്നും എന്താണെന്ന് പഠിക്കും. പ്ലൂറൽസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി, അതായത് ദേറീസും ദേറാറും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ദേറീസ് പറയുമ്പോൾ അവിടെ ഒന്നേ ഉണ്ടാവുള്ളൂ, ദേറാർ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ദേറാർ പറയുമ്പോൾ അതിനർത്ഥം എന്താ, മെനി മോർ എന്നുള്ളതാണ്, കൂടുതലുണ്ട്, ടു വൺ ഓർ മോർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂ, മച്ച്, അല്ലെങ്കിൽ ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ക്വാണ്ടിറ്റി കാണിക്കുന്ന വാക്കുകളാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റി സ്ട്രിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് തന്നെ കണക്കാക്കിയിട്ട്, അല്ലാണ്ട് നമ്മൾ ഓരോന്നിലും നമ്മൾ തന്നെ സെൻറ്റൻസ് കൊടുക്കാതെ തന്നെ ആ സിസ്റ്റം തന്നെ പ്രോഗ്രാമിലൂടെ ആ ക്വാണ്ടിറ്റി കണക്കാക്കുന്ന പരിപാടിയാണ് പ്ലൂറൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ സ്ട്രിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്ട്രിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്ട്രിങ് എന്ന് വെച്ചാൽ a single string that can be referenced from the application or from other resource files. അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷനകത്തുള്ള ഒരു സിംഗിൾ സ്ട്രിങ്ങിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെയായിരിക്കും ലൊക്കേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ട്രിങ് എന്താണെന്നോ ഒന്നും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. സംഗതി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമുക്കത് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. നമുക്ക് സാധാരണ ലേബലുകൾ, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വരുന്ന ലേബലുകളെയാണ് നമ്മൾ സ്ട്രിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെയായിരിക്കും ലൊക്കേറ്റഡ് ആയിരിക്കാം, നമ്മുടെ റിസോഴ്സസിലാണല്ലോ ഈ സാധനം സ്ട്രിങ് പഠിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ RES വാല്യൂസ്. അതിനകത്ത് strings.xml ഫയലുമായിട്ടായിരിക്കും ഇത് സ്റ്റോർ ആവുണ്ടാവുക. ഇത് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇവർ എന്തെല്ലാമായിരിക്കും സേവ് ആവുണ്ടാവുക, XML ഫയലായിട്ടായിരിക്കും സ്റ്റോർ ആവുന്നുണ്ടാവുക. നമ്മൾ PHP പഠിക്കുന്ന സമയത്ത് HTML പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ടാഗുകളായിട്ട് എഴുതില്ലേ, അതേപോലെ തന്നെ ടാഗുകളായിട്ട് എഴുതുന്നതാണ് ഈ XMLനകത്തും ഉണ്ടാവുക. ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതില്ലേ, അതേപോലെ തന്നെയായിരിക്കും ഇവിടെ XML ഫയലിനകത്തും ഉണ്ടാവുക. ഓക്കെ, അവിടെ നിങ്ങൾ XML എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്കിതിൽ എന്താണ് സ്ട്രിങ്, അതെവിടെയാണ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്, അതിനെ എങ്ങനെ തിരിച്ച് ആക്സസ് ചെയ്യാം, എങ്ങനെ കൊടുക്കാം, അതിൻ്റെ സിൻടാക്സ് എന്താണ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പരീക്ഷയ്ക്കും തിയറി എക്സാമിനും നിങ്ങൾ ഇത് തന്നെയാണ് പഠിച്ചു പോകേണ്ടത്. ലാബിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അത് ലാബിൽ ചെയ്ത് മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമല്ല, നമുക്കിത് പരീക്ഷയ്ക്ക് എഴുതണ്ടേ. അപ്പോൾ നിങ്ങളോട് എന്തായാലും ആൻഡ്രോയിഡ് റിസോഴ്സസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്ട്രിങ് റിസോഴ്സസ് മാത്രമായിട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ. അപ്പോൾ ഏത് റിസോഴ്സസിനെ കുറിച്ച് നിങ്ങൾ ഇനി താഴെ പഠിക്കുവാണെങ്കിലും അതിന് എന്താണ് ആ സാധനം, അതെവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക, അതിന് തിരിച്ചെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിനെ കൊടുക്കാനുള്ള സിൻടാക്സ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ RES എന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ ഫോൾഡറാണ്. അതിനകത്ത് വാല്യൂസ് എന്നുണ്ടാവും, അതിനകത്ത് strings.xml, അതുപോലെ തന്നെ കളറും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്തായിരിക്കും ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഗെറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. ഇറ്റ്സ് യൂസ് ടു റിട്രീവ് എ സ്ട്രിങ്. നമ്മളൊരു സ്ട്രിങ്ങിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ് സ്ട്രിങ്. അതായത് നമുക്ക് പ്രോഗ്രാമിലൂടെ നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ എന്താണ്, കണ്ടൻറ്റ് എന്താണെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക, ജാവയുടെ കോഡിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടാവുക, ഗെറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ് നമ്മൾ XMLനകത്ത് ചെയ്യും, എന്നിട്ട് അവിടെ നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ പേര് കൊടുത്തിട്ട് നിങ്ങൾ PHP ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ HTML ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബോക്സിന് ഒരു നെയിം കൊടുക്കും അല്ലേ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നുണ്ടാവുക, ഗെറ്റ് എലമെൻറ്റ് ബൈ ഐഡിയോ ഗെറ്റ് എലമെൻറ്റ് ബൈ നെയിമോ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ തിരിച്ചെടുക്കൂലേ, അവിടെ നിന്നുള്ള സാധനം നമ്മൾ എടുക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ സ്ട്രിങ്ങിനകത്ത് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ സെറ്റ് ചെയ്ത വാല്യൂ നമുക്ക് എടുക്കണം, പ്രോഗ്രാമിലൂടെ നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഗെറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഭാഗമാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സിൻറ്റാക്സ് പഠിച്ചോളണം. നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ സാധനം എന്താണെന്ന് എഴുതണം. എന്നതിന് ശേഷം അതിൻ്റെ സിൻറ്റാക്സ് ഉണ്ടെങ്കിൽ സിൻറ്റാക്സ് എഴുതണം എന്നാണ്. ഇപ്പം എഫ്, ഫോർ, വൈലൊക്കെ നിങ്ങൾ കാലങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്കത് കുറേ തവണ പഠിച്ചുകൊണ്ട് നമുക്കത് അറിയുമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ അതിന് ആദ്യം ഒരു സാധനം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതിയ ശേഷം നമ്മൾ അതിന് ഇത് കൊടുക്കണം, അതിൻ്റെ സിൻറ്റാക്സ് കൊടുക്കണം. എന്നിട്ട് ആ സിൻറ്റാക്സ് പ്രകാരമുള്ള എക്സാമ്പിൾ കൊടുക്കണം. മുഴുവൻ പ്രോഗ്രാം എഴുതാതെ ആ ഒരു കോർ പാർട്ട് മാത്രമായിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് പറ്റുമെങ്കിൽ സമയത്തുണ്ടെങ്കിൽ മാർക്കിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ എക്സാമ്പിൾ എങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യും, എന്ത് നിനക്ക് കിട്ടും എന്നുള്ളതും കൂടി നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ലൂപ്പൊക്കെ ആണെങ്കിൽ നമുക്കതുപോലെ പറയാമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ സ്ട്രിങ് XML കൊടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരണത്. അപ്പോൾ അത് ഒരു ഫയലായിരിക്കും, സ്ട്രിങ് XML എന്ന് പറയുന്നത് ഒരു ഫയലായിരിക്കും. അതിനകത്ത് നമുക്ക് ഏതൊരു XML ഫയലിനകത്താണെങ്കിൽ നിങ്ങളിപ്പം HTML ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടെ വേർഷനും എൻകോഡിങ്ങും നമുക്ക് പറയാം. നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുമ്പോൾ നമ്മളത് പറയില്ലെങ്കിലും ശരിക്കൊരു വെബ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ചെയ്യുവാണ്, വെബ്സൈറ്റൊക്കെ ആണ്, അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോഡ് എടുത്ത് നോക്കുകയാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എൻകോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻകോഡിങ്ങും വേർഷനും കൊടുക്കണം. ഇത് ഏകദേശം എല്ലാ കോഡിലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എഴുതാം. പിന്നെയെന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. ഇത് റിസോഴ്സസ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഫോം ആണെങ്കിൽ ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂലേ, അതേപോലെ നമ്മൾ ഹെഡ് ബോഡിയൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ റിസോഴ്സസ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഏത് റിസോഴ്സസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രിങ് ആണ്, അപ്പോൾ സ്ട്രിങ്ങും കൊടുക്കാം, സ്ട്രിങ് അറേ കൊടുക്കാം. നമ്മൾ പ്ലൂറൽസ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രിങ്, പിന്നെ നമ്മൾ അതിന് നെയിം പ്രോപ്പർട്ടി കൊടുക്കണം. നെയിം എന്തിനാണ്, അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ HTML നമ്മൾ നെയിം കൊടുക്കില്ലേ, അതേപോലെ തന്നെ നെയിം കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റെന്നോ എന്തെങ്കിലോ പേരെന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ താഴെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണോ അവിടെ കാണേണ്ട സാധനം എന്താണോ അത് അവിടെ കൊടുക്കാം. നമ്മളിപ്പോൾ ബട്ടനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കാണേണ്ടത് എന്താണോ അത് നമ്മളവിടെ കൊടുക്കൂലേ. അത് നമ്മളിപ്പോൾ നിങ്ങൾ റേഡിയോ ബട്ടനോ ചെക്ക് ബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയിൽ അതിൻ്റെ നെയിം പ്രോപ്പർട്ടിയും അതിന് ശേഷം അത് എന്ത് കാണേണ്ട അവിടെ എന്നുള്ളത് നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ എന്താണ് അവിടെ കാണേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം സ്ട്രിങ് ക്ലോസ് ചെയ്യുന്നു, റിസോഴ്സസും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത് സേവ് ആവും. എവിടെ സ്ട്രിങ് XMLനകത്ത് അത് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സംഗതി സിൻറ്റാക്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുള്ളൂ. അതേപോലെ വേർഷൻസ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. സ്ട്രിങ് നെയിമിനകത്ത് ഹെലോ എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹെലോ വേൾഡ് ആണ് നമുക്ക് അവിടെ പ്രിൻ്റായി വരേണ്ടത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിനെ ടോസ്റ്റ് ഹെലോ വേൾഡ് എന്നുള്ളതായിരിക്കും. അത് ഹലോ വേൾഡിനെ അവിടെ സ്ക്രീനിൽ കാണിക്കുക എന്നുള്ള ഹെലോ എവരിവൺ എന്തെങ്കിലും ഒരു സാധനം. ഓക്കെ, ഹെലോ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ സ്ട്രിങ് കൊടുക്കുന്നത്. റിസോഴ്സസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അത് നമ്മൾ എവിടെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, XMLനകത്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, കാരണം അത് ഡിസൈനിൻ്റെ പാർട്ടാണ്. ഇനി ഈ കിട്ടിയ സ്ട്രിങ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആക്കി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൽ എന്തെങ്കിലും നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താലും, ഇപ്പോൾ ഫസ്റ്റ് നെയിം മേടിക്കുന്നു അല്ലെങ്കിൽ യൂസർ നെയിം മേടിക്കുന്നു, എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ PHPയുടെ കോഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് മേടിക്കണം അല്ലേ, പോസ്റ്റ് ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ മേടിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കണം, അല്ലാതെ നമുക്കിപ്പോൾ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID അല്ലെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ നെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അതേപോലെ നിങ്ങളിവിടെ XMLനകത്താണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളൂ, അവിടെ എന്താണ് ഡിസ്പ്ലേ ആയി വരേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ആപ്പിൽ ആ ഒരു ആക്ടിവിറ്റിയുടെ പേജ് ഓപ്പൺ ആകുമ്പോൾ അവിടെ കാണണം. അപ്പോൾ അതിനുള്ള കുറേ കോഡുണ്ട്. ആക്ടിവിറ്റിയും അത് എവിടെ കാണണം, ലേഔട്ട് സെറ്റ് ചെയ്യണം, അങ്ങനത്തെ കളർ സെറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ആ സ്ട്രിങ് എന്താ വരേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നതാണ് നമ്മൾ സ്ട്രിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. സ്ട്രിങ് ടൈപ്പ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ആ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ലൈൻ കേട്ടോ. പിന്നെ അവിടെ നെയിം, നമ്മൾ ഒരു വേരിയബിൾ സ്ട്രിങ് ടൈപ്പുള്ളൊരു നെയിം എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നെയിമിന് പകരം ഹലോ എന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ H1 ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേരാണല്ലോ വേരിയബിളിന് കൊടുക്കുന്നത്. പിന്നെ ഗെറ്റ് സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, r.string. ഹെലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്തായിരിക്കും റിസോഴ്സസിൻ്റെ സ്ട്രിങ് എന്ന് പറയുന്നത്. ആ റിസോഴ്സിനകത്ത് സ്ട്രിങ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഹെലോ എന്നുള്ളത് എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു സാധനമല്ലേ, അതാണ് നമ്മൾ ഇവിടെ ഹെലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ആ നെയിമിലുള്ള സാധനമാണ് അവിടെ വരേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകൾ എന്തായാലും ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു പേജിനകത്ത് വരും അല്ലേ. അപ്പോൾ നമുക്കിതുപോലെ വ്യത്യസ്ത പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതുപോലെയാണ് അതിനെ റിട്രീവ് ചെയ്യുക.
ഇങ്ങനെ റിട്രീവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി റിസോഴ്സസിലേക്കുള്ള ആക്സസ് കിട്ടണം. ഗെറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സസ് കിട്ടണം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ എടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ നെക്സ്റ്റ് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രിങ്സിനെ കുറിച്ച് പറയുന്ന സാധനം. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് സ്ട്രിങ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് അറേസ് എന്താണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ സ്ട്രിങ്സിനെ ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്ട്രിങ് അറേ ഉപയോഗിക്കണം. അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. യൂസ് ഇറ്റ് ടു ഡിസ്ക്രൈബ് ദ അറേ ഓഫ് സ്ട്രിങ്സ് ദാറ്റ് ക്യാൻ ബി റെഫറൻസ്ഡ് ബൈ ദ അപ്ലിക്കേഷൻ ഫ്രം ദ ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് അതും അതേ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ സേവ് ആവുന്നുണ്ടാവുക. ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെ മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് സ്ട്രിങ് അറേ എന്നുള്ള മെത്തേഡാണ്. ജാവയുടെ മെത്തേഡുകളായതുകൊണ്ട് ജാവയുടേതായിട്ടുള്ള രീതിക്കായിരിക്കും ആദ്യത്തെ ലെറ്റർ സ്മോള്, പിന്നെയുള്ള ഓരോ വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അപ്പം ഗെറ്റ് സ്ട്രിങ് അറേ ആണ് അതിൻ്റെ മെത്തേഡ്, മനസ്സിലായി. ഇനിയുള്ളത് സിൻറ്റാക്സ് ആണ്. സിൻറ്റാക്സിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സാമ്പിൾ വേർഷൻ റിസോഴ്സസ് അതൊക്കെ സെയിം ആണ്. സ്ട്രിങ്ങിന് പകരം സ്ട്രിങ് അറേ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഇവിടെ നമ്മൾ സ്ട്രിങ് അറേ എന്നുള്ള പേര് കാണുന്നില്ലേ, ഇവിടെ സ്ട്രിങ് അറേ എന്നുള്ള പേര് കാണുന്നില്ലേ. അപ്പോൾ അതാണ് സംഗതി. പിന്നെ അതിനകത്ത് നമ്മൾ അറേയുടെ പേര് എന്താണോ ആ പേര് കൊടുക്കുക. ഓക്കെ, സ്ട്രിങ് അറേ നെയിം എന്നുള്ള അവിടെ പേര് കൊടുക്കുക. നമ്മളിപ്പോൾ അവിടെ ഹെലോ എന്ന് കൊടുത്ത പോലെ ഇവിടെ നമുക്ക് പേര് അറേക്ക് എന്തെങ്കിലും പേര് കൊടുക്കുക. നമ്മൾ വേരിയബിളിൻ്റെ പേര് കൊടുക്കില്ല, അതേപോലെ അറേക്ക് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ലിസ്റ്റ് ബോക്സിനകത്ത് നമ്മൾ ഐറ്റംസ് കൊടുക്കല്ലേ, അതേപോലെയാണ് നമ്മൾ ഐറ്റം ഓരോ ഐറ്റത്തിന് നമ്മൾ പേര് ഐറ്റം എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടോ ഒരു അറേയുടെ അകത്ത് വേണം അത്രയും ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക. സ്ട്രിങ് അറേ ക്ലോസ് ചെയ്യുക, റിസോഴ്സസ് ക്ലോസ് ചെയ്യുക. ഇതതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റിസോഴ്സസ് എന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ അതിൽ കോർ പാർട്ട് മാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, അല്ലാതെ ഒരു പ്രോഗ്രാം മുഴുവനായിട്ട് നമ്മൾ എവിടെ എഴുതി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ മതി. അപ്പോൾ സ്ട്രിങ് അറേ എന്നാണ് കൊടുക്കുന്നത്. അറേയുടെ പേര് ഞാനിപ്പോൾ 1, 2, 3 എന്നുള്ളത് പോലെ നമ്പേഴ്സ് കിട്ടാനാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്കായതുകൊണ്ട് ടെസ്റ്റ് അറേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ടെസ്റ്റ് അറേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അറേ വർക്ക് ചെയ്യണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ടെസ്റ്റ് അറേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണം. സ്ട്രിങ് അറേ ഒക്കെ ക്ലോസ് ചെയ്തു. നമുക്കപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് മെത്തേഡാണെന്ന് പറഞ്ഞു, ഗെറ്റ് സ്ട്രിങ് അറേ എന്നുള്ള മെത്തേഡാണ് നമ്മളവിടെ അതിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രിങ് പറഞ്ഞപ്പോഴും പറഞ്ഞു, നമ്മൾ നേരിട്ട് അങ്ങനെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ചിലപ്പോൾ വരില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവിടെ റിസോഴ്സസിലേക്കുള്ള ആക്സസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോഡിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ റിസോഴ്സസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം റിസോഴ്സസ് RES എന്നൊക്കെ എഴുതി എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ്സ് ഈ RES ഗെറ്റ് റിസോഴ്സസ് എന്നില്ലേ അതിലൂടെയാണ് നമ്മൾ റിസോഴ്സസിലേക്കുള്ള ആക്സസ് മേടിക്കുന്നത്. അപ്പോൾ റിസോഴ്സസിലേക്കുള്ള ആക്സസ് മേടിക്കുന്നത് ഇതുപോലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് റിസോഴ്സസിൻ്റെ RES എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ ഗെറ്റ് റിസോഴ്സസ് എന്നുള്ള ആക്സസ് മേടിച്ചു. എന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റിസോഴ്സസിലേക്ക് ആക്സസ് മേടിക്കുന്നത്. പിന്നെന്താ, നമ്മൾ ഗെറ്റ് സ്ട്രിങ് അറേ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ഗെറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്കതിന് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ്. പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡ് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല, വെറുതെ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചു. ഫോർ സ്ട്രിങ് എസ്സിനകത്തുള്ള സ്ട്രിങ്സിനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ലോഗിനകത്ത്, അതായത് അതിനകത്ത് തന്നെ ഇത് റൺ ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിർബന്ധമില്ല, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എക്സാമ്പിൾ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് പറയും, എക്സാമ്പിൾ, പിന്നെ അവിടെ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എസ് എന്നുള്ള വേരിയബിളിനകത്തുള്ള ഓരോന്ന് പ്രിൻ്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ടെസ്റ്റ് അറേ എന്നുള്ള സാധനം എടുക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അത് സ്ട്രിങ്സിലേക്ക് പോയിട്ടുണ്ടാവും. ആ സ്ട്രിങ്സിൽ നിന്ന് എസ്സിലേക്ക് ഓരോ ഇപ്പോൾ ലൂപ്പ് വേരിയബിൾ പോലെയാണ് ആ ചെറിയ എസ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഐറ്റം 1 എന്നുള്ളത് വരും. അപ്പോൾ എക്സാമ്പിൾ 1, പിന്നെ എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 അങ്ങനെ വരും. അടുത്താണ് പ്ലൂറൽസ് എന്ന് പറയുന്നത്. പ്ലൂറൽസ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി സ്ട്രിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലൂറൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റൻസ് കൊടുക്കുമ്പോൾ നമ്മൾ മീനിങ്ഫുള്ളായിട്ട് ദർ ഈസ് 1 egg, ദർ ആർ 2 eggs, ദർ ആർ 0 eggs, ദർ ആർ 100 eggs അങ്ങനെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഫ്യൂ എഗ്സ്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്ലൂറൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, പ്ലൂറൽസ് എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളായിട്ട് സെൻറ്റൻസ് കൊടുക്കുമ്പോൾ നമ്മൾ മീനിങ്ഫുള്ളായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സിസ്റ്റം ബൈ ഡീഫോൾട്ട് ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവിടുത്തെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ആണ് അവിടേക്ക് കയറി വരേണ്ടത് എങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്
അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലൂറൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് ക്വാണ്ടിറ്റി സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഗെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലത്തെ വാക്കുകൾ 0, 1, 2, ഫ്യൂ, മെനി അങ്ങനെയുള്ള എന്തെങ്കിലും വാക്കുകൾ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, റിസോഴ്സസിനകത്ത് തന്നെ നമ്മളിപ്പോൾ ആ ഡോട്ടൊന്നും ഇല്ല കേട്ടോ, റിസോഴ്സസിനകത്ത് പ്ലൂറൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. പ്ലൂറൽസിന് അവിടെ നമ്മൾ പേര് കൊടുത്തു. എന്താണ് പേര് വരേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ അവിടെ കാണിക്കേണ്ടതല്ല, ഇതിൻ്റെ ഒരു വേരിയബിൾ നെയിം എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ ഒരു പേര് കൊടുത്തു. നെയിം പ്രോപ്പർട്ടിക്കകത്ത് പ്ലൂറൽ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുന്നു. എന്നിട്ട് ഐറ്റം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവിടെ നമുക്കിപ്പോൾ 0, 1, 2, ഫ്യൂ, മെനി, അതർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസിൽ ഇഷ്ടമുള്ള വാല്യൂസ് എല്ലാം അങ്ങനെ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി സ്ട്രിങ്സ് നമുക്ക് അവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയുള്ളൂ. റിസോഴ്സസ്, പ്ലൂറലിൻ്റെ നെയിം, വെറുതെ നെയിം തന്നെ കൊടുത്തു. എക്സ് ഇന്ന് നെക്സ്റ്റ് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനകത്തുള്ള എക്സിൻ്റെ എണ്ണം എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു പേര് അവിടെ കൊടുത്തിട്ടുള്ളത്. ഐറ്റം നമ്മൾ ഓരോന്നും ഒന്നിൽ കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐറ്റം 1, ഐറ്റം 2 അങ്ങനെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഐറ്റം ക്വാണ്ടിറ്റി 1 അവിടെ there is 1 egg എന്ന് പറഞ്ഞിട്ട് വരണം. അതായത് ക്വാണ്ടിറ്റി 1 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് എങ്കിൽ അവിടെ നമുക്ക് എന്ത് സെൻറ്റൻസ് ഡിസ്പ്ലേ ആയി വരണം, there is 1 egg എന്ന് വരണം. അല്ല അവിടെ വേറെ 1 അല്ലാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ആണ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് %d കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ വാല്യൂ ഇപ്പോൾ സംഖ്യ 3, 4 അങ്ങനെയുള്ള there are എന്നുള്ള വാക്കുകളുടെ അവിടെ ഈസ് മാറി പ്ലൂറലായിട്ട് ആറായിട്ട് വരണം. എന്നിട്ട് ആ സംഖ്യയോട് കൂടി വരണം. അതിനാണ് നമ്മൾ പ്ലൂറൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ കോഡ് ഫോർ റിട്രീവിങ് പ്ലൂറൽ സ്ട്രിങ്സ് അറേ, പ്ലൂറൽ സ്ട്രിങ്സ് കിട്ടുന്ന സിൻറ്റാക്സ് ആണ്. ഇതൊന്നിത്തിരി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് ഇൻറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ടെക്സ്റ്റിനകത്തുള്ള ഇത് കിട്ടുന്നുണ്ടാവുക. ഗെറ്റ് എഗ് ഇൻ നെക്സ്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ആ സാധനത്തിൽ നിന്നുള്ള ആ പ്ലൂറൽ നെയിമിൽ നിന്നുള്ള ആ സാധനം നമ്മൾ എടുക്കാനാണ് നമ്മൾ കൗണ്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നു, റിസോഴ്സസിലേക്കുള്ള ആക്സസ് മേടിക്കുന്നു. ഗെറ്റ് റിസോഴ്സസ് പറഞ്ഞിട്ട് ആക്സസ് മേടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുവാണ് അല്ലേ. അവിടേക്ക് നമുക്ക് സ്ട്രിങ് അല്ലേ വരേണ്ടത്, there are അല്ലെങ്കിൽ there is എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രിങ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് എന്നുള്ളതിൽ നിന്ന് എടുത്തു. എന്നിട്ട് RESനകത്ത് ഗെറ്റ് ക്വാണ്ടിറ്റി സ്ട്രിങ്, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളത് റിട്രീവ് ചെയ്യുക. അപ്പോൾ ഗെറ്റ് ക്വാണ്ടിറ്റി സ്ട്രിങ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഗെറ്റ് ക്വാണ്ടിറ്റി സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റിസോഴ്സസിൽ പ്ലൂറൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് പ്ലൂറൽസ് ക്ലാസ് ആണല്ലോ, സ്ട്രിങ് ആണോ സ്ട്രിങ് അറേ ആണോ പറയുന്ന പോലെ പ്ലൂറൽസിൽ നിന്നാണ് കിട്ടേണ്ടത്. അതിൽ ഏത് സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത്, ആ പ്ലൂറൽസിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സ് ഇൻ നെക്സ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിന് 2 കൗണ്ട് കൊടുത്തിട്ടുണ്ട്, കൗണ്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത് അവിടെ പോയി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കിട്ടിയ കൗണ്ട് ഇപ്പോൾ 1 എന്തെങ്കിലും നമുക്ക് റിട്രീവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എന്താ കിട്ടിയത്, 1 ആണോ അതറാണോ കിട്ടിയെന്നുള്ളത് നമുക്ക് റിട്രീവ്, നമ്മളിപ്പോൾ യൂസറിൽ നിന്ന് ഒരു ഇൻപുട്ട് മേടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ കിട്ടിയത് 1 ആണോ അതറാണോ എന്നുള്ള സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കിട്ടാൻ അവിടെ പോയി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ട് ഉപയോഗിക്കണം. 1 ആണോ അതറാണോ അല്ല ഫ്യൂ ആണോ എന്ത് വാക്കാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 3 ആണോ എന്നുള്ള സാധനമൊക്കെ നമ്പേഴ്സ് 1 അല്ലാണ്ടുള്ള വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആണോ കിട്ടിയിരിക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ആ സാധനം ഉപയോഗിക്കണം. പിന്നെയുള്ളതാണ് കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു %d ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു സാധനം പ്രിൻറ്റ് ചെയ്യിക്കേണ്ടല്ലേ, ഇത്ര എന്നുള്ളത്. അപ്പോൾ 3, അപ്പോൾ there are അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാം, അല്ലെങ്കിൽ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആകുമ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ്, അപ്പോൾ സ്ട്രിങ്സിൽ നമുക്ക് 3 തരത്തിലുള്ള സ്ട്രിങ്സ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു, സ്ട്രിങ് അറേ, പ്ലൂറൽസ്. അപ്പോൾ നമുക്ക് ഇത്രയും എക്സാമിന് ഇങ്ങനെയാണ് എഴുതണ്ടു, തിയറി പോലെ എഴുതണ്ടു. ലാബിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എവിടെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ള കാര്യം നമുക്കപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്താണ് ഫോർമാറ്റിംഗ് ആൻഡ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് എന്തിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക, സ്റ്റൈലിങ്ങും ഫോർമാറ്റിങ്ങും നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ ഭംഗി കൂട്ടാനോ അല്ലെങ്കിൽ ഇപ്പോൾ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക,
ഈ ഒരു സ്റ്റൈലിംഗ് സാധനം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എസ്കേപ്പിംഗ് അപ്പോസ്ട്രോഫീസ് ആൻഡ് കോഡ്സ് അതെന്താ സംഗതി വെച്ചാൽ, നമുക്ക് നോർമലി ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, സ്ട്രിങ് നെയിം എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതിനകത്ത് ഇപ്പം നമുക്ക് ദിസ് വിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇവിടെ നോക്കിക്കോളൂ, ഈ സൈഡിൽ നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെയായിട്ട് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാതെ നിങ്ങൾ ദിസ് വിൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സിംഗിൾ അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് ഈ സാധനം ഈ കോഡ് എഴുതുവാണെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. ഓക്കെ, നമുക്ക് അവിടെ ഒരു സിംഗിൾ അപ്പോസ്ട്രോഫി എന്തെങ്കിലും നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരണം, നമ്മുടെ സ്ക്രീനിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ട്രിങ്ങിനെ നമ്മൾ ഷുവറായിട്ടും എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്യണം എന്നതാണ്. അല്ലാത്തൊരു സ്ട്രിങ്ങിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അതായത് നമുക്ക് നോർമലി ഉള്ളൊരു സ്ട്രിങ് ഹലോ വേൾഡ് എന്നൊക്കെ ഉള്ളതിനകത്ത് അപ്പോസ്ട്രോഫി ഒന്നും വരുന്നില്ല, അതിന് ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ അപ്പോസ്ട്രോഫി ഉള്ള ഏതെങ്കിലും ഒരു വാക്കാണ് നിങ്ങൾ അവിടെ പ്രിൻറ്റ് ചെയ്ത് വരണമെന്ന് വിചാരിക്കുന്നത് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും അതിനെ ഒരു ഡബിൾ ക്ലോസിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കണം. കാരണം എന്താണ്, ഒരു സിംഗിൾ അപ്പോസ്ട്രോഫി കാണുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കും ആൻഡ്രോയിഡ് മനസ്സിലാക്കുന്നുണ്ടാവുക. എന്നിട്ട് അത് എവിടെ ക്ലോസ് ചെയ്യണം എന്നുള്ളത്, സിംഗിൾ അപ്പോസ്ട്രോഫി നമ്മൾ സിംഗിൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡബിൾ കോട്ട്സ് ഇട്ടാൽ മാത്രമേ സിംഗിൾ കോട്ട്സ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ നോക്കിക്കോളൂ. ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഇടയിലൊരു സിംഗിൾ കോട്ട്സ് വരുവാണെങ്കിൽ ദിസ് വിൽ വർക്ക്, ഇത് നമുക്ക് ഓക്കെയാണ്. അല്ല അതിന് ശേഷം നിങ്ങൾ ഡബിൾ കോട്ട്സ് ഇല്ലാതെയാണ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിംഗിൾ കോട്ട്സ് അവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എസ്കേപ്പിംഗ് ക്യാരക്ടേഴ്സ് ചെയ്തല്ലേ, നമ്മൾ സി പ്രോഗ്രാമിങ്ങിനകത്തൊക്കെ പഠിച്ചിട്ടല്ലേ, അതുപോലെ ഒരു സ്ലാഷ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, പിന്നെ അതേസമയം നിങ്ങൾ അങ്ങനെ സിംഗിൾ കോട്ട്സ് കൊടുക്കുന്നു എന്നാൽ ഇവിടെ ഇത് നോക്കിക്കോളൂ, അവിടെ നമുക്ക് ആ സാധനം ലൈറ്റ് 3 എക്സാമ്പിൾ 3 അകത്ത് ഡബിൾ കോട്ട്സ് എൻക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സാധനം വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ സ്റ്റൈലിംഗ് എന്താണെന്നുള്ളതാണ്. സ്റ്റൈലിംഗ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെ എന്തെങ്കിലും ടാഗുകൾ നമ്മൾ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സ്റ്റൈലിംഗ് യൂസ് ചെയ്യണം. ഇപ്പോൾ അവിടെ താഴെ നോക്ക്, റിസോഴ്സിനകത്ത് സ്ട്രിങ് നെയിം വെൽക്കം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ വെൽക്കം ടു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ സെൻറ്റൻസ് വരേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് കൊടുക്കാൻ നമ്മൾ അവിടെ നിന്ന് ഡബിൾ കോട്ട്സ് കൊടുക്കുന്നില്ല, കണ്ടോ, കാരണം അതിനകത്ത് അപ്പോസ്ട്രോഫി സിംഗിൾ അപ്പോസ്ട്രോഫി ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്ത് എൻക്ലോസ് ചെയ്യാത്തത്. നമ്മൾ ആദ്യത്തെ സ്ട്രിങ്ങിനുള്ള എക്സാമ്പിൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിംഗിൾ കോട്ട്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് എന്താണ്, ബോൾഡായിട്ട് വരണം. ഇപ്പോൾ ആൻഡ്രോയിഡ് മാത്രം ബോൾഡായിട്ട് വരണം, ഇനി അണ്ടർലൈൻ വരണം, ഇറ്റാലിക് വരണം. നമ്മൾ അതിൻ്റെ ടാഗുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ടാഗുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് സ്റ്റൈലിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രിങ്സിനെ കുറിച്ച്. ഇനിയുള്ളത് ലേഔട്ട് റിസോഴ്സാണ്, അത് പറഞ്ഞുതരാം. ലേഔട്ടിനെ കുറിച്ച് നല്ലോണം പഠിക്കാനുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത്യാവശ്യം നല്ല ഡിസ്റ്റർബൻസ് ഉള്ള വീഡിയോ ആയിരുന്നു, ശ്രമിക്കുക. കുറേ കോളും കുറേ മെസ്സേജും അതിൻ്റെ കൂടെ വണ്ടികളൊക്കെ ആയിട്ട് കുഴപ്പമില്ല, നിങ്ങളതൊന്നും പഠിച്ച് മനസ്സിലാക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കും കേട്ടോ.